എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 10ാം ക്ലാസ് ബയോളജി മോഡൽ പരീക്ഷയുടെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആൻറ്റിജൻ, ബി ആൻറ്റിബോഡി. 2. റെറ്റിനാലിൻ്റെ അളവ് കുറയുന്നതിനാൽ റോഡോപ്സിൻ്റെ അളവ് കുറയുന്നു. 3. പാൻസ്പെർമിയ സിദ്ധാന്തം. 4. എ എന്നത് 3, ബി 2, സി 4, ഡി 1. 5. ഗ്ലൂക്കോസ്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1 RR, 2 സ്മോൾ ആർ. ഏഴാമത്തെ ചോദ്യം എ ആൻസർ ഡിഫ്തീരിയ പ്രതിരോധ വാക്സിൻ എടുക്കുക. ബി ആൻസർ മന്ത് കൊതുകിനെ തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. രോഗവാഹകരായ കൊതുകുകൾ പെരുകാനുള്ള സാഹചര്യം ഒഴിവാക്കുക. 8. എ ക്ഷയം BCG, മുണ്ടിനീർ MMR. ബി ആൻസർ വാക്സിനുകൾ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആൻറ്റിജനുകളുമായി പ്രവർത്തിച്ച് ശരീരത്തിൽ ആൻറ്റിബോഡികൾ നിർമ്മിക്കപ്പെടുന്നു. ഈ ആൻറ്റിബോഡികൾ നിലനിൽക്കുകയും ഭാവിയിൽ ഇതേ രോഗത്തിന് കാരണമായ രോഗാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു. 9. എൻസൈമുകളാണ് രാസപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഊർജം സംഭരിക്കുന്നത് ATP തന്മാത്രകളിലാണ്. ജീനുകളാണ് പാരമ്പര്യ സ്വഭാവങ്ങൾ നിർണ്ണയിക്കുന്നത്. അടിസ്ഥാന പദാർത്ഥങ്ങൾ ധാന്യങ്ങളും പ്രോട്ടീനുകളും കൊഴുപ്പുകളുമാണ്. 10. ഇതുപോലുള്ള ചിത്രമാണ് വരയ്ക്കേണ്ടത്. 11. എ എക്സ് ഡോർസൽ റൂട്ട്, വൈ വെൻട്രൽ റൂട്ട്. ബി ആൻസർ ഡോർസൽ റൂട്ട് സംവേദ ആവേഗങ്ങളെ സുഷുമ്നയിലെത്തിക്കുന്നു. പ്രേരക ആവേഗങ്ങളെ വെൻട്രൽ റൂട്ട് വഴിയാണ് സുഷുമ്നയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. 12. പരിസ്ഥിതി ഘടകങ്ങൾ പുകവലി, പാൻ മസാല, വികിരണങ്ങൾ, പാരമ്പര്യ ഘടകങ്ങൾ, ചില വൈറസുകൾ, ചില രാസവസ്തുക്കൾ. നേരത്തെ രോഗബാധ തിരിച്ചറിയുകയാണെങ്കിൽ എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാം. രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ രോഗമുക്തി പ്രയാസകരമാണ്. 13. ആൻസർ ഉദ്ദീപിക്കപ്പെടുമ്പോൾ പ്ലാസ്മ സ്തരത്തിലുള്ള ചാർജ് വ്യതിയാനം ആവേഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ആക്സോൺ സ്തരത്തിൽ നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിക്കുകയും ആ ഭാഗത്തും സമാന രീതിയിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകുകയും ഈ പ്രക്രിയ തുടരുക വഴി സന്ദേശങ്ങൾ ആക്സോണിലൂടെ പ്രവഹിക്കുകയും ചെയ്യുന്നു. 14. അൽഷിമേഴ്സ് തലച്ചോറിലെ നാഡീ കലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകുന്നു. അപസ്മാരം തലച്ചോറിൽ തുടർച്ചയായി വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. വായിൽ നിന്ന് നുരയും പതയും വരിക. പാർക്കിൻസൺസ് തലച്ചോറിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം. ശരീര തുലനനില നഷ്ടപ്പെടുക, ശരീരത്തിന് വിറയൽ. 15. അമിതോൽപാദനം ജീവികളിൽ നിലനിൽക്കാൻ കഴിയുന്നതിലും കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രകൃതി നിർദ്ധാരണം ജീവികൾക്കിടയിലുണ്ടാകുന്ന നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവന് ഗുണമായ വ്യതിയാനങ്ങൾ ഉള്ളവ നിലനിൽക്കുകയും അല്ലാത്തവ നശിക്കുകയും ചെയ്യുന്നു. പ്രകൃതി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അടുത്തത് പുതിയ ജീവിവർഗ ഉത്ഭവമാണ്. നല്ല വ്യതിയാനങ്ങൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ഈ പ്രക്രിയ പല തലമുറകളെ ആവർത്തിക്കപ്പെടുകയും തുടർന്ന് ആ ജീവികൾ ആദ്യ ജീവിയിൽ നിന്ന് വ്യത്യസ്തമാകുകയും പുതിയ വർഗം ജീവിയായി പരിണമിക്കുകയും ചെയ്യുന്നു. 16. എ mRNAയിലെ നിർദ്ദേശമനുസരിച്ച് റൈബോസോമുകളിൽ വച്ച് അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ബി ആൻസർ tRNA വിവിധതരം അമിനോ ആസിഡുകൾ റൈബോസോമിലെത്തിക്കുന്നു. mRNA റൈബോസോമിനോട് ചേർന്ന് കാണുന്നു. പ്രോട്ടീൻ നിർമ്മാണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു. 17. 1. ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവ്. 2. വർദ്ധിച്ച വിശപ്പ്, അമിതദാഹം ഉണ്ടാകുന്നു, കൂടെ മൂത്രമൊഴിക്കുന്നു. 3. അക്രോമെഗാലി. 4. മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ മാത്രം അമിതമായി വളരുന്നു. വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദനം കുറയുന്നത് വളർച്ച മുരടിച്ച് കുള്ളന്മാരായി തീരുന്നു. 18. എ എക്സ് ഓവൽ വിൻഡോ അസ്ഥിശൃംഖലകളിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. സ്റ്റേപ്പിസിൻ്റെ കമ്പനത്തിനനുസരിച്ച് കമ്പനം ചെയ്യുന്നു. ബി ആൻസർ കോക്ലിയയിലെ
ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ആവേഗങ്ങൾ ശ്രവണനാഡി വഴി മസ്തിഷ്കത്തിലെ കേൾവിയുടെ കേന്ദ്രമായ സെറിബ്രത്തിലെത്തുന്നു. മസ്തിഷ്കം കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്നു. 19. നാഡീവ്യവസ്ഥ. പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം, ശ്വസനവ്യവസ്ഥ, ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ, രക്തപര്യന വ്യവസ്ഥ, ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളിലെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ. 20. മനുഷ്യരിൽ ഇൻസുലിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിനെ കൂട്ടിച്ചേർത്ത് DNA ഉൾക്കൊള്ളുന്ന ജനിതക ഘടന. ബി. ബാക്ടീരിയകൾക്ക് പെരുകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ നൽകുന്നു. ബാക്ടീരിയ പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയിൽ നിന്നും പ്രവർത്തന സജ്ജമായ ഇൻസുലിൻ നിർമ്മിക്കുന്നു. 21. ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ആൻറ്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. രക്തം വാങ്ങിയ ആളുടെ ശരീരത്തിലെ ആൻറ്റിബോഡിയും അയാൾക്ക് നൽകിയ രക്തത്തിലെ ആൻറ്റിജനും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടുന്നു. ബി. ആൻസർ. നിരന്തരമായ ആൻറ്റിബയോട്ടിക് ഉപയോഗം ഉപകാരികളായ ബാക്ടീരിയയെ ബാധിക്കുകയും അതുവഴി വിറ്റാമിനുകളുടെ ഉൽപ്പാദനത്തെയും ആഗിരണത്തെയും കുറയ്ക്കുകയും വിറ്റാമിൻ നഷ്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സി. ആൻസർ. ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റുകൾ കാണപ്പെടുന്നു. ഇവ രോഗകാരികളായ ബാക്ടീരിയകളെ ലിംഫ് നോഡുകളിലും സ്പ്ലീനിലും വെച്ച് നശിപ്പിക്കുന്നു. ഡി. ആൻസർ. ശരീരത്തിനകത്തു കടന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന സംവിധാനമായതുകൊണ്ട് വീങ്ങൽ പ്രതികരണം ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. രക്തക്കുഴലുകളെ വികസിപ്പിച്ച് രക്തപ്രവാഹം കൂട്ടി രോഗാണുക്കളെ അവ പ്രവേശിക്കുന്നിടത്തു വെച്ച് തന്നെ നശിപ്പിക്കുന്നു. 22. ആൻസർ. ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി പിൻതളത്തിൽ സംഭരിച്ച് വയ്ക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നു. ബി. ആൻസർ. റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും പോർട്ടൽ സിരയിലൂടെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻഭാഗത്ത് എത്തുന്നത്. സി. ആൻസർ. വിവിധതരം റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തഃസ്രാവി വ്യവസ്ഥയെ മൊത്തമായും നിയന്ത്രിക്കുന്നു. 23. ഇതുപോലുള്ള ചിത്രമാണ് വരയ്ക്കേണ്ടത്. അതിൽ സീലിയറി പേശികൾ, നേത്രനാഡി എന്നിവ അടയാളപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. സീലിയറി പേശികൾ. ബി. ആൻസർ. നേത്രനാഡി. സി. ആൻസർ. അക്വസ് ദ്രവം രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്കു തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു.